ആവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ളതല്ല. ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗാന്ധിജിയുടെ വാക്കുകളാണ് നാം ആരംഭത്തിൽ ശ്രവിച്ചത്. ഈ ജനസംഖ്യാ ദിനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വചനങ്ങൾ. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജനസംഖ്യയും മാലിന്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു രാജ്യത്തിന്റെ വിസ്തൃതിക്ക് ആനുപാതികമായ ജനസംഖ്യ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പരിധിക്കപ്പുറമുള്ള ജനസംഖ്യാ വർധനവ് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുക മാത്രമല്ല, മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഗാന്ധിജിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന മനുഷ്യന്റെ അത്യാഗ്രഹം പ്രകൃതി സ്രോതസ്സുകളെ നശിപ്പിക്കുകയും വരും തലമുറകളെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ വർധനവിന് അനുസൃതമായി പ്രകൃതി വിഭവങ്ങൾക്ക് ക്ഷാമം നേരിടുമ്പോൾ മനുഷ്യൻ മറ്റു പല സ്രോതസ്സുകളെയും ആശ്രയിക്കുന്നു. ഇത്തരം കൃത്രിമങ്ങൾ മൂലം പ്രകൃതി നശിക്കുന്നു. ഇത്തരത്തിൽ ജനസംഖ്യാ വർധനവ് മാലിന്യ കൂമ്പാരങ്ങളുടെ വർധനവിന് കാരണമാകുന്നു. ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന ചോദ്യം മനുഷ്യന്റെ മുൻപിൽ മുഴങ്ങുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇതിന്റെ ഉത്തരം ശാസ്ത്രം രക്ഷകനും ശിക്ഷകനുമാണ് എന്നതാണ്. ജനസംഖ്യയുടെ കാര്യവും മറ്റൊന്നല്ല. ജനസംഖ്യയുടെ കുറവ് വലിയ പ്രശ്നമാണ്. എന്നാൽ ജനസംഖ്യാ വർധനവ് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിലും വലുതാണ്. ജനസംഖ്യ മൂലം ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ അകറ്റുവാനുള്ള ഏക മാർഗം മനുഷ്യൻ പ്രകൃതിയിലേക്ക് തിരിയുക എന്നതാണ്. വിവേകപൂർവ്വം പ്രവർത്തിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ വൻ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാലിന്യ പ്രതിസന്ധി കേരളത്തിൽ ചർച്ചാ വിഷയം ആയിരുന്നില്ല. എങ്കിൽ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ എന്ത് സംഭവിച്ചു? നഗരവൽക്കരണത്തിന്റെ ആക്കം കൂടി. ആളുകൾ നഗരങ്ങളിലേക്ക് ചേക്കേറി. ജീവിതശൈലി തകിടം മറിഞ്ഞു. പാക്ക് ചെയ്ത സാധനങ്ങളും പാചകം ചെയ്ത ഭക്ഷണങ്ങളും വാങ്ങുന്നത് മൂലം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർദ്ധിച്ചു. പഴമക്കാർ ജീവിച്ചതുപോലെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുവാനാണ് ഇന്ന് ഭൂമിദേവി നമ്മോട് ആവശ്യപ്പെടുന്നത്. നല്ലൊരു നാളേക്കായി നമുക്ക് പുതിയൊരു ജീവിതശൈലി വാർത്തെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.